UAE-യിൽ 2 മലയാളികളെ തൂക്കിക്കൊന്നു. കൂടാതെ ഒരു ഇന്ത്യക്കാരനെ UP സ്വദേശിയെ തൂക്കിക്കൊന്നു. വിവരങ്ങൾ ഇന്ത്യൻ എംബസിയെ അറിയിച്ചു. ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനോ അതെങ്കിൽ അതിൻ്റെ ശവസംസ്കാരം പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് UAE ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2 മലയാളികളെയാണ് UAE-യിൽ തൂക്കിക്കൊന്നത്. കൊലക്കുറ്റത്തിനാണ് അവരെ തൂക്കിക്കൊന്നത് തന്നെ. തലശ്ശേരി അരങ്ങിലോട്ട് സ്വദേശി മുഹമ്മദ് റിനാഷ് എന്ന 28-കാരൻ, അയാളുടെ ഒരു സുഹൃത്തുമായിട്ട് തർക്കമുണ്ടാകുകയും അടിപിടി കലാശിക്കുകയും അവസാനം കത്തിയെടുത്ത് മുഹമ്മദ് റിനാഷ് എന്ന 28-കാരൻ അയാളെ കുത്തുകയും ചെയ്തു. ആ കുത്തിൽ അയാൾ മരണപ്പെട്ടു. കൊലക്കുറ്റത്തിനാണ് ഇദ്ദേഹത്തിനെ ശിക്ഷിച്ചിരിക്കുന്നത്. വധശിക്ഷ തന്നെയാണ് ശിക്ഷ കൊടുത്തത്. ഇന്ത്യൻ എംബസി മുഖേനയൊക്കെ പല വിധത്തിലും അയാളെ ആ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നോക്കി, ദയാ ഹർജി കൊടുത്തി. അവിടുത്തെ പരമോന്നത കോടതി അതെല്ലാം ഇപ്പം തള്ളിയിട്ട് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ ഉള്ള അരങ്ങിലോട്ട് ഭാഗത്ത് താമസിക്കുന്ന ലൈലയുടെ 4 മക്കളിലെ 3ാമത്തെ മകനാണ് മുഹമ്മദ് റിനാഷ്. അവിടെ ജോലിയിൽ പോയി 3-4 വർഷമേ ആയിട്ടുള്ളൂ. വലിയ പ്രതീക്ഷയോടെയൊക്കെ ജോലിക്ക് പോയതാണ്. അവിടെ തൻ്റെ സഹപ്രവർത്തകനുമായിട്ടുള്ള ചില വാക്ക് തർക്കങ്ങൾ അടിയിൽ അവസാനിക്കുകയും അങ്ങനെ ഇയാൾ കത്തിയെടുത്ത് കുത്തുകയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കുത്തിയെന്നാണ് പറയുന്നത്. ലൈല എന്ന അമ്മ UAE പലതവണ പോയി. അവിടെ പോയി ഇയാളെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പലവിധ പരിപാടികളിലും അവിടുത്തെ നിയമപരമായി ഇടപെടുകയും പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇന്ത്യൻ എംബസിയും അവരെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ UAE-യിലെ സൗദി അറേബ്യയിലുമൊക്കെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിൽ, അവരെ തൂക്കാൻ വിധിക്കുകയാണ് നമ്മൾ പതിവായിട്ട് കാണുന്നത്. വധശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ടായിരുന്നു നേരത്തെ, പബ്ലിക്കായിട്ട് ആളെ തലവെട്ടിക്കൊല്ലുന്നുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഈ വധശിക്ഷ നടപ്പാക്കിയെന്ന് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഇന്ത്യൻ എംബസിയെ ഔദ്യോഗികമായി അറിയിച്ചു മുഹമ്മദ് റിനാഷിനെ വധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വധശിക്ഷ നടപ്പാക്കിയെന്ന്. പാലക്കാട്ട് പെരുന്തട്ട വിളപ്പിലെ മുരളീധരൻ എന്നയാളാണ് 2ാമത്തെ. മുരളീധരൻ PV എന്നയാൾ, അയാൾ തിരൂർ സ്വദേശിയായ മൊയ്തീനെ സുഹൃത്തിനെ കൊന്നതിനാണ് വധശിക്ഷ നടപ്പാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം 2 കേസിനകത്ത് ഇടപെട്ടു. ദയാ ഹർജി UAE-യിലെ പരമോന്നത കോടതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ കോടതി അത് തള്ളിക്കളയുകയും ചെയ്തു. ഇവരുടെ വിധി നടപ്പാക്കാതിരിക്കാൻ ഇന്ത്യൻ എംബസി വളരെയധികം ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. ദയാ ഹർജി പലതും ഇന്ത്യൻ എംബസി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്യുന്നത കോടതികളൊക്കെ കൊടുത്തത്. പക്ഷേ UAE എമിറേറ്റ്സിലെ ഒരു പൗരനെ കൊന്നാൽ തൂക്കാൻ വിധിക്കുകയല്ലാതെ അവിടുത്തെ കോടതി അതിനകത്ത് വേറൊരു എക്സ്ക്യൂസും കാണിക്കാറില്ല. നയതന്ത്ര തലത്തിൽ ഏത് വിധത്തിൽ നമ്മൾ ശ്രമിച്ചാലും രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അവരത് നടപ്പാക്കുമെന്നുള്ളതാണ്. ഇന്ത്യക്കാരനായ ഒരാളെ, അല്ലെങ്കിൽ തിരൂരുകാരനായ ഒരു പയ്യനെ കൊന്നതിന് തന്നെയാണ് PV മുരളീധരൻ എന്ന പാലക്കാട്ടുകാരനെ വധശിക്ഷ നടപ്പാക്കിയത്. ഫെബ്രുവരി 28-ന് ഔദ്യോഗികമായി ഈ 2 വധശിക്ഷകൾ നടപ്പാക്കിയിട്ട് ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയും ഇവരെ ശവസംസ്കാരത്തിന് വേണമെങ്കിൽ വീട്ടുകാർക്ക് പങ്കെടുക്കാം. വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ മനുഷ്യത്വപരമായിട്ടുള്ള മറ്റ് ചടങ്ങുകൾക്കൊന്നും അവർ വിഘാതം നിൽക്കില്ല. അങ്ങനെയാണ് UAE-യിലെ നിയമങ്ങൾ. അതുകൊണ്ടാണ് അവരെ ശവസംസ്കാരം അവർ നടത്തുന്നതിന് മുമ്പ് വീട്ടുകാർ കൂടെ പങ്കെടുക്കാം. അതേസമയത്ത് നമ്മൾ UP സ്വദേശി ഷഹസാദി ഖാൻ എന്ന് പറഞ്ഞ അയാളുടെ വധശിക്ഷ നടപ്പാക്കി. അയാളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി UP-യിലെ അദ്ദേഹത്തിൻ്റെ ഷഹദ് ഖാൻ്റെ ബന്ധുക്കൾ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ശവസംസ്കാരം UAE-യിൽ അത് നിർത്തിവെച്ചു. ആ ഡെഡ് ബോഡി ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് കരുതുന്നത്. മുരളീധരൻ്റെ കൊലപാതകം 2009-ലാണ്. അതിനുശേഷം വധശിക്ഷ വിധിച്ചെങ്കിലും 15 വർഷത്തോളം അയാൾ അവിടെ ജയിലിൽ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവ് കേശവനെ വിവരം അറിയിച്ചത്
ആ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് വീട്ടുകാരോട് സംസാരിക്കാൻ അനുവാദം കൊടുക്കും. അങ്ങനെ കൊടുത്തപ്പോഴാണ് പിതാവ് കേശവനുമായിട്ട് സംസാരിച്ചത് മകൻ. അപ്പോഴാണ് തൻ്റെ മകനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കൂ എന്ന് പിതാവ് കേശവൻ അറിഞ്ഞത് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും രണ്ടുപേരെ, മുഹമ്മദ് റിനാഷിനെയും അതുപോലെ തന്നെ മുരളീധരനെയും, രണ്ടുപേരെയും അവരുടെ നിയമം അനുസരിച്ച് വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് മലയാളികളെ തൂക്കിക്കൊല്ലുന്നതിനൊപ്പം തന്നെ മറ്റൊരു ഇന്ത്യൻ പൗരനെയും കൂടെ തൂക്കിക്കൊന്നതും നാം മനസ്സിലാക്കി. വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ത്യക്കാർ മലയാളികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇവിടുത്തെ പോലെ ഒരു അടികശലം നടത്തിയാൽ അതിലൊരാൾ മരണപ്പെട്ട വധശിക്ഷ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം രണ്ടുപേര് നമുക്ക് നഷ്ടപ്പെട്ടു. അത് ഇവിടെ കാണിക്കുന്ന, നമ്മളിവിടെ ശീലിച്ചു പോകുന്ന ഇടിയും ചവിട്ടും കുത്തുമൊക്കെ അവിടെ നടത്തിയാൽ ആൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ വധശിക്ഷ ഉറപ്പ് തന്നെ. അതാണ് ഈ രണ്ട് കേസിലും നമ്മൾ കാണുന്നത്. മുഹമ്മദ് റിനാഷിൻ്റെ അമ്മ പറയുന്നതനുസരിച്ച് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആൾ മുഹമ്മദ് റിനാഷിനെ കൊലപ്പെടുത്തുമെന്ന് തോന്നിയപ്പോഴാണ് അയാളെ കൊന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത അവരുടെ പരാതിയിൽ അത് അവിടുത്തെ എംബസിയിൽ അറിയിക്കണം. കാരണം അത് അവിടുത്തെ അത്യുന്നത കോടതിയിൽ പറയണം. നിയമപരമായിട്ട് ഇയാളെ കൊല്ലും എന്ന് പേടിച്ചുകൊണ്ടാണ് മറ്റേയാളെ കൊല്ലാനുണ്ടായ സാഹചര്യം. ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മളെ കൊല്ലാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ അയാളെ കൊല്ലുന്നതിന് അതിന് തടസ്സമില്ല. അത് ഇന്ത്യൻ നിയമം അങ്ങനെയാണ്. അതേ ഗ്രൗണ്ട് തന്നെയാണ് അവർ പറഞ്ഞതും മുഖ്യമന്ത്രി അറിയിച്ചതും. അതിന് മുഖ്യമന്ത്രിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങോട്ട് ഇവരുടെ പരാതിയും ഒരു റിക്വസ്റ്റും ഒക്കെ അയക്കാവുന്നല്ലാതെ മറ്റ് രാജ്യങ്ങളിലെ പ്രശ്നത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല. അവരുടെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. അത് മുഹമ്മദ് റിനാഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരാളെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടുന്ന് മാറി മടങ്ങി ഇന്ത്യയിലേക്ക് പോരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നമുക്ക് അവിടുത്തെ നിയമം അനുസരിച്ച് അകത്ത് പോയി കഴിഞ്ഞാൽ നിയമപരമായ ഒരു സംരക്ഷണം ഇന്ത്യയിൽ കിട്ടുന്ന പോലെയൊന്നും അവിടെ ലഭിക്കില്ല. ഇന്ത്യ പൊതുവെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് പലരെയും വധശിക്ഷയ്ക്ക് വിധേയമായി ഇന്ത്യൻ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നടപ്പാക്കാൻ പല രീതിയിലുള്ള സാങ്കേതിക തടസ്സങ്ങളും, അപ്പീലും, അതിൻ്റെ പുറത്ത് അപ്പീലും, ദയാഹർജി, ഇങ്ങനെ നിരന്തരമായ പല കാര്യങ്ങളും ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് പലരെയും വധശിക്ഷ നടപ്പാക്കാതെ ഇന്ത്യയിൽ അവർ ജീവനോടെ ഇരിക്കുന്നു. എങ്കിലും മുരളീധരൻ്റെ കാര്യത്തിൽ ഏകദേശം 2009 നടന്ന ആ കൊലക്കേസ് അല്ലെങ്കിൽ ആ മർഡർ ഏകദേശം 15 വർഷം വിധി നടപ്പാക്കാതെ അവിടുത്തെ നിയമം അങ്ങനെയാണെങ്കിലും പല പരാതികളും അത് റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഏകദേശം 15 വർഷം കൂടെ ജീവിച്ചു എന്നുള്ളതാണ്. ഏതായാലും 2025 ഫെബ്രുവരിയിൽ ആ വധശിക്ഷ നടപ്പാക്കി. എങ്ങനെയാണ് ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയെന്നുള്ള ഇനി എന്തെങ്കിലും നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പം അവരുടെ ഡെഡ് ബോഡി അവിടെ തന്നെ ഉണ്ട്. ആ ഇന്ത്യക്കാരൻ്റെയും അതുപോലെ മലയാളി 2 പേര്. ഈ 3 ഡെഡ് ബോഡി അവർ ഇവിടുന്ന് എംബസിയിൽ അറിയിച്ചിട്ടുണ്ട്. ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആൾ ചെല്ലുന്നുണ്ടെങ്കിൽ അതുവരെ അവരുടെ റൈറ്റ് അനുസരിച്ച്, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു റൈറ്റ് അനുസരിച്ച്, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം റൈറ്റ് അനുസരിച്ച് ശവസംസ്കാരം ആ UAE നടത്തും. അതിന് ഇവർക്ക് സഹകരിക്കാം. ഡെഡ് ബോഡി കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരുന്നതിന് അവിടെ തടസ്സമില്ല. വിധി നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. UP-കാരൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും മലയാളികൾ വളരെ ശ്രദ്ധിക്കുക. മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി ഇതുപോലെ രാജ്യത്ത് കാണിക്കുന്ന സ്വാതന്ത്ര്യം അവിടെ നമുക്ക് ലഭിക്കില്ല. അവിടെ ഇവിടുത്തെ പോലെ റോഡിൽ കിടന്ന് അടിപിടിയും, അവിടെ ഒരാളെടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയുകയും അത് മറ്റു രാജ്യത്താണ് എന്നൊരു ഓർമ്മ മലയാളിക്ക് വേണം. അല്ലെങ്കിൽ അവരെ ഇതുപോലെയുള്ള കേസിനകത്ത് ഉൾപ്പെട്ട് അവിടുത്തെ ശിക്ഷ അനുസരിച്ച് വധശിക്ഷ നടപ്പാക്കുന്ന കാഴ്ച പല കേസിലും നമുക്കറിയാം. നിമിഷപ്രിയ യമനിൽ വധശിക്ഷ കാത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ 2-3 പേര് ഇപ്പോഴും വിദേശങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടും ദയാഹർജിയിലും മറ്റുള്ള നിയമപ്രശ്നങ്ങളൊക്കെ കുരുങ്ങി തൽക്കാലം വിധി നടപ്പാക്കാതെ കിടക്കുന്ന വിവരങ്ങൾ മലയാളികൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, നമുക്കവിടെ ജീവിക്കാൻ കഴിയില്ല, നമ്മളത് എതിരിടാൻ പോയാൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നു, അവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് പോരുന്നത് തന്നെയാണ് ഉചിതം.